നമുക്ക് എല്ലാവർക്കും അറിയാം ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ ഹാബിറ്റ്സ് ഒന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. ഈവൻ അതൊരു ബിഗ് ബ്രെയിൻ ഹ്യൂമൻ ബീങ് ആണെങ്കിൽ പോലും നമ്മളിൽ പലരും മോട്ടിവേറ്റഡ് ആവുകയും പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഹാബിറ്റ്സ് ഒക്കെ നമ്മളെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ ബുക്ക് വായിക്കുക, അങ്ങനെ പലതും. പക്ഷേ പലപ്പോഴും നമുക്കത് കുറച്ച് ആഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ടോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെ നമുക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വലിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരുത്താൻ പറ്റും? ഈ ഹാബിറ്റ്സ് നമ്മളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബ്രെയിനിനെ എങ്ങനെ റിവയർ ചെയ്യാം എന്നുള്ള കുറച്ച് ടെക്നിക്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗോൾസ് ഒക്കെ ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. എനിത്തിങ്, ചിലപ്പോൾ എക്സസൈസ് ആവാം, അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്നതാവാം, അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് ആയിരിക്കാം. ഓക്കെ, ഫസ്റ്റ് റൈറ്റ് ഡൗൺ യുവർ ഗോൾസ്. രണ്ടാമത്തത്, ഈ ഗോൾസിനെ നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ഷോർട്ട് ടേം ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അതിന് ജിമ്മിൽ പോകുന്നതാണെങ്കിൽ നിങ്ങളതിനെ ജിമ്മിൽ പോകുന്നതിന് പകരം വീട്ടിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യാം. അതൊരു 10 minutes ആയിട്ടുള്ള എക്സസൈസ് ആയിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറയുന്നതിനൊരു റീസൺ ഉണ്ട്. നമ്മുടെ ബ്രെയിനിലെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത് ഓട്ടോ പൈലറ്റ് മോഡ്, ഹാബിറ്റുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, എന്ത് ഹാബിറ്റാണോ നമ്മൾ സ്വീകരിക്കുന്നത് അതിങ്ങനെ ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അതിന് സിമ്പിൾ മെത്തേഡ്സ് ആണ്, സിമ്പിൾ ടാസ്ക് ആണ് അതെപ്പോഴും ഏറ്റെടുത്തിട്ട് പെട്ടെന്ന് നടത്താം. നമ്മളത് കോംപ്ലിക്കേറ്റഡ് ടാസ്ക് കൊടുക്കുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഓവർ ഇൻറ്റൻസിറ്റി. നിങ്ങൾ ആ ഒരു എക്സസൈസ് ഭയങ്കര എഗ്രസീവ് ആക്കാതെ അതിനെ കൺസിസ്റ്റൻ്റ് ആക്കാൻ നോക്കുക. ആ 10 minute തന്നെ കുറേ കാലം വേണമെങ്കിൽ 1 മാസമോ 2 മാസമൊക്കെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, പിന്നെ മെല്ലെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്തൊരു 20 minutes ആക്കാം. അപ്പോഴേക്കും അതൊരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ഹാബിറ്റ് എങ്ങനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സ്റ്റാക്കിംഗ് ഹാബിറ്റ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഒരു ഹാബിറ്റിനോട് അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് ഈ പുതിയ ഹാബിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡെയിലി പല്ല് തേക്കാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ പല്ല് തേക്കുന്നതിനോട് അസോസിയേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ എക്സസൈസും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായി, അത് തമ്മിലൊരു കണക്ഷൻ, ഒരു അസോസിയേഷനായി. അടുത്തതായിട്ടുള്ളത്, ചില ഹാബിറ്റ്സ് ഒക്കെ നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇതെനിക്ക് വേണ്ട, അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അത് നമ്മൾ ഡയറക്റ്റ്ലി ഒരു പുതിയൊരു ഹാബിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അത് നിലനിൽക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അതിന് പകരം നിങ്ങൾ ഹാബിറ്റ് റീപ്ലേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നന്നായിട്ട് ബിഞ്ച് ഈറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനെ മെല്ലെ റീപ്ലേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇന്ന് നിങ്ങൾ 15 കുക്കീസ് കഴിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ 5 കുക്കീസ് മാറ്റി അതിന് പകരം 5 വെജീസ് കഴിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് 10 കുക്കീസ് മാറ്റി വെജീസ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. കാരണം റിസർച്ച് പറയുന്നത് റീപ്ലേസിങ് എ ബാഡ് ബിഹേവിയർ വിത്ത് എ ഗുഡ് വൺ ഇസ് ബെറ്റർ ദാൻ ആഡിങ് എ ന്യൂ ബിഹേവിയർ. കാരണം ഈ ന്യൂ ബിഹേവിയർ ഈ പഴയ ഹാബിറ്റിനെ ഇൻ്റർഫിയർ ചെയ്ത് അതിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഹാബിറ്റ്സ് ഒക്കെ ചെയ്യുമ്പം എപ്പോഴും സെൽഫായിട്ട് റിവാർഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ച് കമ്പാഷനേറ്റ് ആയിരിക്കണം, നിങ്ങളോട് തന്നെ കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് ആയിരിക്കണം. നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. അതേസമയം ഈ ബാഡ് ബിഹേവിയേഴ്സിൻ്റെ ലോങ് ടേം ഇഫക്റ്റിനെയും നിങ്ങൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഗുഡ് ബിഹേവിയറിൻ്റെ ലോങ് ടേം ഇഫക്റ്റിനെയും കുറിച്ച് നിങ്ങൾ ഇടയ്ക്ക് ചിന്തിക്കാം. അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രം ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളത്. സെൽഫ് ക്രിറ്റിസിസം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ആൻഡ് എംബ്രേസ് പോസിറ്റീവ് ടോക്ക്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഡെഫിനറ്റായിട്ടും ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാബിറ്റായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും.